Hello and welcome everybody to the show. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് the very popular, the very dynamic Arjun Shyam Gopan, Big Boss Season 6-ലെ first runner-up. Hi, hi. The man with the huge female fan following. Arjun, welcome to the show. Thank you so much. Congratulations, first of all. Thank you so much. Is this a dream? ഈ ബിഗ് ബോസ് വിൻ ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ആയിരുന്നു? വിൻ ചെയ്യാനൊന്നും ഡ്രീം ഇല്ലായിരുന്നു, അവിടെ എത്തുക എന്നുള്ള ഭയങ്കര ഡ്രീം ആയിരുന്നു. അതിൽ 100 days കംപ്ലീറ്റ് ചെയ്യാന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. സോ ആ ഡ്രീമിന് വേണ്ടി കുറേ വർഷം സ്ട്രഗിൾ ചെയ്ത് കുറേ വർഷം സ്വപ്നം കണ്ടു, അങ്ങനെ അത് കഴിഞ്ഞു. How has life changed post Big Boss? ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, ലൈഫ് ചേഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാവും, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെ തേടി വരും എന്നൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ ചെല്ലുക, ഞാനായിട്ടിരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന അത് സിനിമയാണ് സിനിമ, അല്ലെങ്കിൽ കിട്ടുന്ന പോസിറ്റീവ് എടുത്തിട്ട് പുറത്തിറങ്ങാമെന്നാണ്. ഇത്രത്തോളം വരും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. പുറത്ത് വന്ന ആ ഒരു സമയമുണ്ടല്ലോ അർജുൻ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, റീല് പോലെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നത്? ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് ഓൾ വെൻ ത്രൂ? എയർപോർട്ടിൽ നിന്ന് വരുന്നത് അവിടെ നിന്ന് ഇറങ്ങി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞ് വാട്ട് റിയലി ഹാപ്പൻ? സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്തായിരുന്നു? 100 ദിവസം അവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു എൻ്റെ വീടാണ് ആക്ച്വലി അതിപ്പം. അവിടെ നിന്ന് 100 ദിവസം എനിക്കൊരു വീട് പോലെ, 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം വീട് എന്നുള്ള അടുക്കള അല്ലെങ്കിൽ റൂംസ് ഒക്കെയാണ് സ്വന്തം വീട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര എനിക്ക് പേഴ്സണലി നല്ല നമ്മൾ നിന്ന 100 ദിവസം നിന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 100 ദിവസം വേറെ ആൾക്കാരെ കാണുന്നില്ല, പുറത്തൊരു കോണ്ടാക്റ്റ് ഇല്ല, ഈവൻ എന്താ പറയുക, വേറെ ഡാർക്ക് എന്നുള്ള സംഭവം അതിനകത്തില്ല, ഇരുട്ട് മുറിയില്ല, അല്ല ലൈറ്റ്. അപ്പം അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വേറെ പ്ലാനറ്റിലെത്തിയ പോലെ തോന്നി, ഭയങ്കര വിയേർഡായിട്ട് തോന്നി. പിന്നെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും കുറേ പേര് എന്നെ അറിയാത്തവരെന്നെ പേര് വിളിക്കുന്നു, അർജുൻ വിളിക്കുന്നു, എല്ലാവരും നോക്കുന്നു. എനിക്ക് ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. അത്രയും പോലും വിചാരിച്ചിട്ടില്ല. കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ക്രൗഡ് വരും, അതിൽ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് അർജുൻ വിളിച്ച് നിൽക്കുന്നു, ഫോട്ടോ എടുത്ത് ഉടഞ്ചിരിക്കുന്നു, ചിലർ കരയുന്നു. ആൻഡ് ഐ വാസ് എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം എന്ന്. അപ്പം ഒരു എന്താ പറയുക, ഞെട്ടി ഞാൻ ആക്ച്വലി, ഭയങ്കരമായിട്ട് ഞെട്ടി. അത്ര ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, ഇത്ര ആൾക്കാർ ബിഗ് ബോസ് കണ്ടു. അതൊക്കെ ഓർക്കുമ്പോൾ ഇത്രയും വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്താൽ, ഇത്രയും വർഷം ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നി. വീട്ടുകാരെ എപ്പോഴാണ് കാണാൻ കിട്ടിയത്? അമ്മ ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ. എനിക്ക് ജയ് വിളിക്കുന്നതിൻ്റെ മമ്മി സൈഡിലുണ്ടായിരുന്നു, അമ്മയും അവളും ഉണ്ടായിരുന്നു സൈഡിൽ, പപ്പയുണ്ടായിരുന്നു. അപ്പം എനിക്ക് അവരുമായിട്ട് ഞാൻ ഹൗസിനുള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ നിന്ന് നേരെ എൻ്റെ റൂമിൽ പോയി 2 ദിവസം ഇരിക്കണം, എനിക്ക് എൻ്റെ റൂമിൽ പോയി ഇരിക്കണം, അമ്മയുടെ കൂടെ ഇരിക്കണം എന്നായിരുന്നു ഫസ്റ്റ് തോട്ട് ആക്ച്വലി. പക്ഷേ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കിത് പറ്റിയിട്ടില്ല. ഇറങ്ങിക്കഴിയുമ്പോൾ കുറേ ആൾക്കാർ വരുന്നു, ഫ്രണ്ട്സ് വരുന്നു, എനിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കുറേ പേര്, അല്ല എനിക്ക് ഫ്രണ്ട്സ് എന്നെ അടുത്തറിയുന്നവരും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, കുറേ ക്രൗഡ് ഇങ്ങനെ വിളിക്കുന്നു. പിന്നെ എനിക്ക് ബോണ്ട് കാണിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പം എനിക്ക് പപ്പ മമ്മി എന്ന് വിചാരിച്ച് മാത്രം വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്ന് നിൽക്കുമ്പോഴത്തേനും ഒരു എന്താ പറയുക, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും എത്രത്തോളം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അർജുൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഒരു ഡ്രീമായിരുന്നു എന്ന്. എത്ര വർഷത്തെ ഡ്രീമായിരുന്നു? ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ എത്ര തവണ ട്രൈ ചെയ്തു? എങ്ങനെ ഓവർകം ചെയ്തു? ബിഗ് ബോസ് എന്നെ പോലെ ഒരാൾക്ക് എന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ പയ്യന് ഒരു സ്ഥാനത്തെത്താണെങ്കിൽ ഭയങ്കര പാടാണ്. ഇന്നത്തെ കാലത്ത് റെഫറൻസ് മുഖ്യമാണ് എല്ലാ സ്ഥലത്തും. ഞാൻ ഇടുക്കി, കോട്ടയം മാറി. പപ്പ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ കോട്ടേഴ്സ് വീട്, അങ്ങനെ മാറി നിൽക്കും ട്രാൻസ്ഫർ കിട്ടുന്നതിനനുസരിച്ച്. കോട്ടയം ജില്ലയിലാണ് കൂടുതൽ നിന്നത്. അപ്പം അവിടെ നിന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നത് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം, എനിക്കറിയില്ല, ടി വിയിൽ കാണുമ്പോൾ എപ്പോഴും ആലോചിക്കുമ്പോൾ TV ഷോയുടെ ആളാവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു വൈഡ് ഹ്യൂജ് ഓഡിയൻസ്, അത് എനിക്ക് ഭയങ്കര ഒരു ഡോപാമൈൻ റഷ് തരുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ സീസൺ 3 തൊട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സീസൺ 3, 4, 5 നോക്കി. 5 എനിക്കും എൻ്റെ കോൾ ബ്ലോക്ക് വരെ ചെയ്തു ആക്ച്വലി. അങ്ങനെ കുറേ വർഷം മെനക്കെട്ടിരുന്ന ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് എന്നെ തന്നെ ഒരു ട്രാൻസ്ഫോം ചെയ്ത്, എനിക്ക് ഓരോ ഓഡീഷൻ അറ്റൻഡ് കിട്ടാത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ കിട്ടാത്തത്. ഞാൻ ഒരിക്കലും വീട്ടിൽ കരഞ്ഞിരുന്നില്ല, കാരണം എനിക്ക് കിട്ടാത്തതിൻ്റെ റീസൺ കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സീസൺ 3 അവർ റിജക്ട് ചെയ്തപ്പോൾ യു വെരി ഡിസപ്പോയിന്റഡ്? അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കുറവുകളാണ് ആക്ച്വലി. ആ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കിതില്ല, ഇതിൽ കയറിയാൽ എനിക്കിത് കിട്ടത്തുള്ളൂ, അതെനിക്ക് വർക്കില്ല, ഞാൻ ഇത്രയും മോഡലായിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രം എൻ്റെ കുറവുകളാണ് ആക്ച്വലി പറഞ്ഞത് അവിടെ. സീസൺ 6 ഓഡീഷനിൽ ഞാൻ പറഞ്ഞത് എൻ്റെ സക്സസ് ആണ് ഞാൻ പറഞ്ഞത്. സീസൺ 4 എന്താ പറഞ്ഞത്? സീസൺ 4 ഇതൊക്കെ തന്നെ. എനിക്ക് ആ ഒരു വർഷം എനിക്കൊന്നും കിട്ടുന്നില്ല, എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല. എനിക്ക് അന്നേരം ഹെവി വെയിറ്റ് ഉണ്ടായിരുന്നു, മോഡൽ എന്ന് പറഞ്ഞാലും ചെറിയ മോഡലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ സ്ട്രെങ്ത് എന്താണ്. ഞാനൊരു SWOT അനാലിസിസ് നടത്തി, എൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണ് ഞാൻ തന്നെ മനസ്സിലാക്കി അതിൽ വർക്ക് ഓൺ ചെയ്തു. 2 വർഷം പിന്നെ ഗ്യാപ്പ് എടുത്ത് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് ഗ്യാപ്പ് എടുത്തിട്ട് ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഇതിൽ ഞാൻ കൊടുത്തു. ഫുൾ എൻ്റെ
ഫുൾ പോസിറ്റിവിറ്റി. എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ ഈ ഒരു 2 വർഷം കൊണ്ട് ഞാൻ ഗ്രാഫ് ഞാൻ മാറ്റിയെടുത്തു. വർക്കിൻ്റെ കാര്യത്തിനാണെങ്കിലും എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യത്തിനാണെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ മനസ്സിലായി എൻ്റെ USP എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സെല്ല് ചെയ്തു. See, how tall are you? നല്ല ഹൈറ്റ് ആണ് അർജുൻ. How tall are you really? ഞാൻ 6'4", 193.5, 6'3", 6'4 എടുത്തു. 6'4" ഹൈറ്റ് ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഒരുപക്ഷെ അർജുൻ കേട്ട് വരുവാണ് ദാറ്റ് യു ഷുഡ് ബി എ മോഡൽ ഓർ യു ഷുഡ് വാക്ക് ദ റാമ്പ് അങ്ങനെയൊക്കെ. ഇല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഒബീസിറ്റി ആയിരുന്നു. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്മസ് ഒന്നും ഞാനായിരിക്കും കോളേജിൽ സ്കൂളിലൊക്കെ സാന്റാക്ലോസ്, അല്ലെങ്കിൽ ഓണം വരുമ്പോൾ ഞാനായിരിക്കും മാവേലി. എല്ലാ കൊല്ലം ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് വയറും അത്രയും ഫിസിക്കൽ അതിൻ്റെ അത്രയും ലുക്ക് ആ ഒരു വലിപ്പമുണ്ട്. അപ്പം ലൈക്ക് എനിക്ക് ഡ്രസ്സ് കിട്ടില്ല. ആ സമയത്ത് ലോ വേസ്റ്റ് ഒക്കെ ഇറങ്ങുന്ന ടൈമാണ്. എനിക്ക് പറ്റില്ല ലോ വേസ്റ്റ്. എനിക്ക് അത്രയും ബാക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ലോ വേസ്റ്റ് ഇടാൻ പറ്റില്ല. അപ്പം ലൈക്ക് സ്കൂളിലും ഫ്രണ്ട്സൊക്കെ കളിയാക്കുക, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോഴാണെങ്കിലും പിന്നെ അതിൽ പോകുമ്പോൾ ചേട്ടന്മാർ ഇനി ഏത് റേഷൻ കടയിൽ നിന്നാണ് കഴിക്കുന്നത്. എനിക്ക് ബോഡി ഷേമിങ് മറ്റ് പീക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണെന്ന് പറയും റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, നീ തടിയണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ബെഞ്ചിലിരിക്കുമ്പോഴും പേടിയാണ് ആൾക്കാർക്ക് ബെഞ്ചിലിരിക്കും, ബെഞ്ച് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ സ്കൂൾ ടൈമിൽ ഞാൻ ഇൻസെക്യൂർ ആണ്. എപ്പോഴും ഞാൻ ബാക്കിലായിരിക്കും. കോൺഫിഡൻസ് ഇല്ലാതെ എഫക്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട്. ഞാൻ ഇതൊരു സ്റ്റേജിൽ കയറിയിട്ടില്ല സ്കൂൾ ടൈമിൽ. ഇതൊരു സ്റ്റേജിൽ ഞാൻ കയറിയിട്ടില്ല. എനിക്ക് പേടിയാണ് ആക്ച്വലി കയറാൻ. അസംബ്ലിയിലാണ് ബാക്കിൽ നിൽക്കും. ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ പോയിരുന്ന എല്ലാവരും പറയും കാണത്തില്ല, നീ പുറകെ പോയി നിൽക്കുക. അപ്പം ബെഞ്ച് ഓടിക്കുന്നു. പിള്ളേർക്കാണെങ്കിലും കൊച്ചു പിള്ളേർക്കാണെങ്കിലും ക്ലാസ് പഠിക്കുന്നവർക്ക് വന്നിരിക്കാൻ പേടി. കാരണം എനിക്ക് ആ സമയത്ത് തന്നെ ഒരു 6 feet അടുത്ത് ഹൈറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ സമയത്ത് അത്രയും ബൾക്കൂടെ ആകുമ്പോഴത്തേനും പേരൻറ്റ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേനും ഇവൻ പേരൻസിൻ്റെ കാര്യം വലിപ്പമുണ്ടല്ലോ. എനിക്കിപ്പോൾ പേരൻസ് തന്നെ എന്നെ നോക്കിയിടുകയോ ഇവൻ്റെ കൂടെയാണോ പഠിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലി ചോദിച്ചു. ഞാനൊരു സ്കൂളിൽ അഡ്മിഷൻ പോയി, പപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാറേണ്ടി വരും. അപ്പോൾ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ പോയപ്പോൾ പ്രിൻസിപ്പൾ അവർ ഇവനെങ്ങനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നത്, ഇത്രയും വലിയ മുതുക്കൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവൻ പ്രിൻസിപ്പളായിരുന്നു സ്കൂളിൽ. എനിക്കത് ചേഞ്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സ്പോർട്സിലും അമ്മ കൊണ്ട് സ്പോർട്സിൽ ചേർത്തി. മമ്മിയും സ്പോർട്സ് പേഴ്സണാണ്. അപ്പോൾ എന്നെ ജൂഡോ കൊണ്ടാക്കി. അപ്പം ജൂഡോയിൽ ഞാൻ നാഷണൽ പ്ലെയർ ആയിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എല്ലാവർക്കും പേടിയാണ് എന്നെ. ഞാൻ ചെല്ലുമ്പോൾ ഇടിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അത് ഇടിക്കാനൊന്നും റിങ്ങിൽ ഇടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ റിയൽ ലൈഫ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ട് പോലില്ല. അപ്പോൾ ഒരു പേടിയുണ്ട് എന്നെ കാണുമ്പോഴത്തേനും ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പെൺപിള്ളേരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു പേടി എനിക്ക് സ്കൂൾ ടൈമിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് എൻ്റെ മമ്മിയാണ് എന്നെ 13-ാം വയസ്സിലോട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ വർക്കൗട്ട് 13-ൽ. മമ്മി പറഞ്ഞു നീ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്, അപ്പോൾ നീ കോട്ടയത്തിൽ നിന്ന് ജിമ്മിൽ ചേർക്കുന്നത്. മമ്മിയാണ് എന്നെ കൈ പിടിച്ചിട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടുത്തെ എൻ്റെ ലൈഫ് കുറച്ച് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ബോഡി ബിൽഡിംഗ് ആയിരുന്നു മൈൻഡിൽ. അപ്പോഴും ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. അന്നേരം സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അവിടെ പോയി ഫുഡ് കഴിക്കുക, വയൽപ്പൊക്കെ, പിന്നെ സൈസായി. +2 ഡിഗ്രി ഒക്കെ സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ TVയിലൊക്കെ MTVയിൽ ജോൺ അബ്രഹാം, മിലിൻ സോമനൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ കൊള്ളാം. ആ സമയത്ത് ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ലൈക്കൊക്കെ മേടിക്കുന്ന സമയമാണ്. കുറേ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ലൈക്ക് ഇടുക, ഫോട്ടോ ഇടുക. അപ്പോൾ ആ സമയത്ത് ഫോട്ടോ ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പതിയെ ആ സംഭവം വന്നു, ഒരു മോഡൽ എന്നുള്ള സംഭവം. ഈ ജോൺ അബ്രഹാം, മിലിൻ സോമനൊക്കെ. ജോൺ അബ്രഹാമിന് ഭയങ്കര ഫോളോവറാണ് ഞാൻ. പുള്ളി എങ്ങനെ ഇൻഡസ്ട്രിയിൽ വന്നു, ഒരു മോഡലായിട്ട് വന്നു, പിന്നെ സിനിമയിലേക്ക് കയറി ആക്ടിങ് ആയി. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തു. പുള്ളിയുടെ റൊട്ടീൻസ്, പുള്ളിയുടെ ഒരു കരിയർ സംഭവം ഫോളോ ചെയ്തു. എനിക്ക് ആക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ്. സ്ക്രീനിൽ കാണുക. ലൈക്ക് ഞാൻ കുറേ ഫസ്റ്റ് ഡേ ഷോയ്ക്ക് പോകും. ലാൽ സാറിൻ്റെ എല്ലാവരെയും മൂവി ഫസ്റ്റ് ഡേ ഷോ പോയി കാണും. മമ്മിയും പറയും എൻ്റെ മകൻ ഒരു ബിഗ് സ്ക്രീനിൽ കാണാമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. സോ അപ്പം വിചാരിച്ചൊക്കെ മോഡലാകാം. എനിക്ക് ഹൈറ്റ് ഉണ്ട്, ഞാൻ തന്നെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ മോഡലാകാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഫോട്ടോ എടുത്ത് ഈ ഫേസ്ബുക്ക്, അന്ന് ഓർക്കൂട്ടൊക്കെ ഉള്ള ടൈമാണ്. ഓർക്കൂട്ടിൽ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വേറെ മോഡൽസിനെ നോക്കും. എന്നിട്ട് അവർ ടാഗ് ചെയ്തേക്കുന്ന ആരൊക്കെ നോക്കും. ഷോ ഡയറക്ടേഴ്സ് അവർക്കൊക്കെ അവരെ ടാഗ് ചെയ്യുന്ന നോക്കും. അവർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പോകും. ഓഡിഷൻ അറ്റൻഡ് പോകുമ്പോഴത്തേനും ഹൈറ്റ് ഉണ്ട്, ഓക്കെ, പക്ഷെ ഭയങ്കര തടിയാണ്. ആ ഒരു മോഡൽ ഫിസിക്ക് വന്നിട്ടില്ല. ആ സമയത്ത് വെയിറ്റ് ആ സമയത്ത് 100+ ഉണ്ട് എന്തായാലും. 120 ആ റേഞ്ചൊക്കെ ഞാൻ പീക്ക് 120 ആണ്. 120. അപ്പോൾ ഹൈറ്റ് ഉണ്ട്, പക്ഷേ ബൾക്കാണ് ഞാൻ. മസിൽ മാസ് ആയിട്ട് ബൾക്കാണ്. അപ്പോൾ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് പറ്റില്ല. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയത്തില്ല. ഒരു മോഡൽ എങ്ങനെയാണെന്ന് നോക്ക്, മെഷർമെൻറ്റ് നോക്ക്. അങ്ങനെ ഞാൻ അല്ലാതെ കുറച്ച് റാമ്പ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. പിന്നെ വിചാരിച്ചൊരു പേജൻറ്റ് അറ്റൻഡ് ചെയ്യാം. പേജൻറ്റ് അറ്റൻഡ് ചെയ്യൊരു മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ്റ്റർ കേരള എന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഞാൻ 2018 മിസ്റ്റർ കേരളക്ക് അപ്ലൈ ചെയ്ത് കിട്ടി.